എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 36-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 36-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. എല്ലാ വാക്യങ്ങളും വായിക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ ഞാൻ സമയമെടുക്കുന്നില്ല. അതിലെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് ദുഷ്ടന്റെ അല്ലെങ്കിൽ ദൈവിക വഴി വിട്ട് ജീവിക്കുന്ന ഒരാളുടെ ചില പ്രത്യേകതകൾ പറയുകയാണ്. ദൈവവഴി വിട്ട് ജീവിക്കുന്ന ഒരാളുടെ പ്രത്യേകത പറയുമ്പോൾ ഓർക്കണം, ആ ആളെ അനുഗമിക്കാനോ അനുകരിക്കാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറിച്ച് ഒരു ദൈവപൈതലായി, നീതിമാനായി, വിശുദ്ധനായി, വിശുദ്ധയായി, നിർമ്മലനായി ജീവിക്കാൻ എന്താണ് കരണീയമായിട്ടുള്ളത്, എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് നാം അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ദുഷ്ടന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്ന് ചിന്തിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി കൂടിയാണ് അത് നാം മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് നാം അതിനെ എടുക്കേണ്ടത്. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. ആദേശം എന്ന വാക്കിന് ശിക്ഷണം അല്ലെങ്കിൽ മന്ത്രണം അല്ലെങ്കിൽ ഒരു ബന്ധം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദുഷ്ടന്റെ ഹൃദയത്തോട് എപ്പോഴും പാപത്തിനൊരു കൂട്ടായ്മയുണ്ട്. അല്ലെങ്കിൽ പാപത്തിന്റെ വഴികൾ ദുഷ്ടനിലേക്ക് എപ്പോഴും ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അല്ലെങ്കിൽ ദുഷ്ടന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടാൻ പാപത്തിന് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ പാപം എപ്പോഴും ദുഷ്ടനുമായി സംസർഗത്തിലാണ്. ഈ നിലയിലൊക്കെ ആ 1-ാമത്തെ വാക്യത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞെ, എനിക്ക് നിങ്ങളോടും എന്നോടും തന്നെ പറയാനുള്ളത്, ഞാനൊരു ദുഷ്ടനാണോ, ഞാനൊരു യഥാർത്ഥമായ ദൈവപൈതലാണോ, ഒരു നീതിമാനാണോ, അതോ ഒരു പാപിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന 1-ാമത്തെ കാര്യം ഇതിന്റെ ഉത്തരമാണ്. എനിക്ക് പാപവുമായിട്ട് കൂട്ടായ്മയുണ്ടോ, എനിക്ക് പാപവുമായിട്ട് സംസർഗമുണ്ടോ, അല്ലെങ്കിൽ പാപം എല്ലായ്പ്പോഴും എന്നോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഞാൻ ദുഷ്ടനാണ്. പാപത്തിന്റെ വഴിയുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധമുണ്ടോ? നോക്കുക, ആ വഴി നമ്മൾ തടഞ്ഞേ മതിയാകുള്ളൂ. വഴി വെട്ടിപ്പോയതാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, യേശുക്രിസ്തു ഒഴികെ ആരെക്കുറിച്ചും അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ, നമ്മളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രായത്തിന്റെ പരിധിയിൽ പലവിധമായിട്ടുള്ള പാപ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചവരാണ്. അപ്പോ ആ വെട്ടിയ വഴി ഇനി നമുക്ക് വഴിയില്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, വഴി നമുക്ക് ബ്ലോക്ക് ചെയ്യാം, വഴി നമുക്ക് അടയ്ക്കാം. അടച്ചടച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വഴി കൂടെ സഞ്ചാരമില്ലാതെ വരുന്നു, യാത്രകൾ തടയപ്പെട്ട് കഴിയുമ്പോൾ ആ വഴി പിന്നീട് അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് പാപവുമായിട്ട് മന്ത്രണമുള്ള, പാപവുമായിട്ട് സംസർഗമുള്ള ഒരു ദുഷ്ടനായിരിക്കാൻ താല്പര്യമില്ലാത്ത എല്ലാവരും ചെയ്യേണ്ട 1-ാമത്തെ കാര്യം, പാപത്തിന്റെ വഴികളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ശ്രമിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവികമായ വിശുദ്ധിയിൽ നിന്ന് അകറ്റുന്ന പാപം എന്ത് ആണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വീഴുന്ന തെറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മോഹമാണ് പാപത്തിന് ഗർഭം ധരിക്കുന്നത്. എന്നിട്ട് പാപം മരണത്തെ പ്രസവിക്കുകയാണ്. ആ പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. അത് നമുക്ക് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ആത്യന്തികമായ ആത്മീക മരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ പാപത്തിലോട്ടോ അല്ലെങ്കിൽ പാപത്തിന്റെ പ്രാരംഭപടിയായിരിക്കുന്ന മോഹത്തിലേക്കോ ഹവ്വായി അടക്കമുള്ളവർ തെറ്റിപ്പോയതായിട്ടുള്ള അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് പോകാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത്, പാപത്തിന്റെ എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യാനായിട്ട് നാം ശ്രമിക്കണം.
ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയുമ്പോൾ ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ആരാണെങ്കിലും ശരിയായ ഒരു ദൈവപൈതലായിട്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ വീഴാൻ സാധ്യതയുള്ള, നമ്മൾ തകരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തകർന്നിട്ടുള്ള പാപത്തിന്റെ വഴികൾ, പാപത്തിന്റെ മന്ത്രണങ്ങൾ, ആ ഏരിയകൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അടയ്ക്കാനായിട്ട് നാം ശ്രമിക്കണം. അടയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോട് സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കണം, അപേക്ഷിക്കണം. കർത്താവേ, എന്നെ സഹായിക്കണം, ഇന്ന വഴികളിലൊക്കെ പാപമുണ്ട്, ആ പാപവുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട്, പക്ഷേ അതെന്നെ നശിപ്പിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നു. എൻ്റെ ജീവിതത്തെ ഒരു ദുഷ്ട അനുഭവമാക്കി മാറ്റാൻ ആ പാപത്തിന് കഴിയും. അതുകൊണ്ട് അതിനെ അടയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആ ദൈവിക സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഒന്നാമത്തെ വാക്യം, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപ ആദേശമുണ്ട്. അപ്പോൾ ഞാനൊരു ദുഷ്ടനാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തീരുമാനമുള്ളവരെല്ലാവരും തന്നെ ആ പാപത്തിന്റെ ആദേശത്തെ, അല്ലെങ്കിൽ ആ പാപത്തിന്റെ തിരതള്ളലിനെ, ആ പാപത്തിന്റെ മന്ത്രണത്തെ ഏത് നിലയിലാണെങ്കിലും അടയ്ക്കുവാൻ ഇപ്പോൾ യത്നിക്കണം. സ്വയമായിട്ടൊരു തീരുമാനമെടുക്കണം. അതിന് ദൈവിക സഹായത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, യേശു കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് അത് ചെയ്തു തരും. അടുത്ത വാക്യം, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല.